Son
ആരാധിക്കുന്ന ദൈവത്തെ നാളെ നമ്മൾ മുഖാമുഖമായി കാണാൻ വേണ്ടി പോകുന്നത്. സ്വന്തം ഇതാണ് നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഈ ഉന്നതനായിരിക്കുന്ന ദൈവത്തെ നമുക്കറിയാം. ഈ കർത്താവിനോട് പിന്നെ നമുക്ക് എവിടെ പോകാൻ? ഈ കർത്താവിന്റെ പദ്ധതി അറിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ അവൻ തിരിഞ്ഞു പോകാൻ ഒരു ഓപ്ഷൻ നമ്മുടെ ജീവിതത്തിലില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് നാം തിരിച്ചറിയോടെ ദൈവസന്നിധിയിൽ പറയാം, കർത്താവ് ഈ ജീവന്റെ കർത്താവിന് വേണ്ടി ഞാൻ സ്തോത്രം വെച്ചിടും. ഹല്ലേലൂയ. അവസാന ശ്വാസം വരെയും ഈ ഭൂമിയിൽ ദൈവം എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്ന കർത്താവിന്റെ പദ്ധതിക്കായി ഹല്ലേലൂയ ഞാനെന്നെ സമർപ്പിക്കുന്നു. അത് പൗലോസ് കുറിച്ച് പറഞ്ഞു, ജീവിക്കുന്നത് ക്രിസ്തുവിന്, മരിക്കുന്നത് ലാഭമാണ്. ഹല്ലേലൂയ. നമ്മൾ കർത്താവിന്റെ മഹത്വം കണ്ടാണ് ആരാധിക്കുന്നതെങ്കിൽ നിങ്ങൾ ഒരിക്കലും വന്നതുപോലെ ഇവിടെ നിന്ന് പോകത്തില്ല. കാരണം പൗലോസ് അതാ പറഞ്ഞ ആപത്തോ വാണോ മറ്റതയോ പട്ടിണിയോ ഹല്ലേലൂയ എന്ത് തന്നെയാണെങ്കിലും ഈ ദൈവത്തിന് എന്നെ വേർതിരിക്കാൻ കഴിയത്തില്ല. കാരണം സ്തോത്രം ചെയ്യുന്നു. ആ ദൈവത്തെ ഞാൻ തിരിച്ചറിഞ്ഞു. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ പദ്ധതി ഞാൻ തിരിച്ചറിഞ്ഞു. ഈ ഭൂമിയിൽ ഹല്ലേലൂയ ഈ ദൈവം നമുക്ക് തന്നിരിക്കുന്ന നിസ്സാര ആയുസ്സിൽ സ്വതന്ത്രം നമുക്ക് ജീവിക്കാൻ വേറെ ആർക്കും വേണ്ടിയല്ല. നമുക്ക് അങ്ങനെയാണ് നമ്മൾ തുടങ്ങിയത്. നമ്മൾ പലർക്കും വേണ്ടി ജീവിച്ച് ഇങ്ങനെ വന്നപ്പോ ദൈവം നമ്മളെ തിരഞ്ഞെടുത്തു. ഹല്ലേലൂയ. തിരഞ്ഞെടുത്ത വർഷങ്ങളായി. ഇപ്പൊ നമുക്ക് ആ ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പ് ചിലതിനെ തിരിച്ചറിയാൻ കഴിയാതിരിക്കുമ്പോൾ കർത്താവിന്റെ വചനം വിളിച്ചു പറയുന്നു, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും നിങ്ങൾ തിരിച്ചറിയണം. ദൈവം നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുക. ഈ ഭൂമിയിൽ നമ്മൾ കർത്താവിന്റെ പദ്ധതി കരുതുക. ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാൻ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആയുഷ, ആരോഗ്യമാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്ന സാധ്യതകളാണ്. ഹല്ലേലൂയ. ഇതുപോലെ അതെല്ലാം നമുക്ക് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിന് നമുക്ക് വേണ്ടത് പണമല്ല, അതിന് നമുക്ക് വേണ്ടത് ആരോഗ്യമല്ല, അതിന് വേണ്ടി നമുക്ക് വേണ്ടത് സ്വന്തം ആൾക്കൂട്ടമല്ല. അതൊക്കെ എല്ലാം രണ്ടാം സ്ഥാനത്താണ്. അതിന് നമുക്ക് വേണ്ട ദൈവത്തിന്റെ ശക്തിയാണ്. ഹല്ലേലൂയ. അതിന് നമുക്ക് വേണ്ട ദൈവത്തിന്റെ കൃപയാണ്. ഹല്ലേലൂയ. ഇതുപോലെ തിരിച്ചറിയുന്നത് നമ്മളതിനെ ദൈവങ്ങളിലേക്ക് സമർപ്പിച്ച് നാം ഒരുമിച്ച്